അവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനക്ക് നൽകിയിട്ടുള്ള സമ്പാദ്യം കൃത്യമായി ചെലവഴിച്ചിട്ടില്ലെങ്കിൽ ആ സമ്പത്ത് ബ്ലാക്ക് മണിയാണ്. അതുകൊണ്ട് അവനെ നരകത്തിൽ ശിക്ഷിക്കപ്പെടും. രണ്ടാമത് കേവലം സക്കാത്ത് കൊണ്ട് മാത്രം ഒഴിവാകുന്നില്ല. സമ്പത്തിന്റെ ബാധ്യതകൾ സക്കാത്ത് കൊണ്ട് മാത്രം ഒഴിവാകൂല. ഒരു നാട്ടിൽ പാവപ്പെട്ട ഒന്നുമില്ലാത്ത ഒരു മനുഷ്യനുണ്ടെങ്കിൽ, ആ നാട്ടിൽ സമ്പന്നന്മാരായ ആളുകളുണ്ടെങ്കിൽ, ആ പാവപ്പെട്ടവനെ സഹായിക്കൽ ആ നാട്ടിലെ എല്ലാ സമ്പന്നന്മാരുടെ മേലും ഫർള് കിഫയാണെന്ന് ശരീഅത്ത് പഠിപ്പിക്കുന്നു. നിർബന്ധ ബാധ്യതയാണ്. അവന്റെ ഔദാര്യമൊന്നുമല്ല. ആ പാവപ്പെട്ടൻ എന്തിന്റെ പേരിലായിക്കോട്ടെ, വീടിന്റെ പേരിലോ അല്ലെങ്കിൽ വിവാഹത്തിന്റെ പേരിലോ രോഗത്തിന്റെ പേരിലോ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു മനുഷ്യൻ ആ നാട്ടിലുണ്ടെങ്കിൽ, ആ നാട്ടിൽ സമ്പത്തുള്ളവരുണ്ടെങ്കിൽ, എല്ലാ സമ്പന്നന്മാരുടെ മേലും നിർബന്ധമായ ബാധ്യതയാണ് അവനെ സഹായിക്കൽ. ആരും അവനെ സഹായിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും കുറ്റക്കാരാ. ആരെങ്കിലും ഒരാൾ സഹായിച്ചാൽ എല്ലാവരും കുറ്റത്തിൽ നിന്ന് മോചിതനാ. പിന്നെയോ സുന്നത്തായ ഒരുപാട് ബാധ്യതകളുണ്ട്. ആ ബാധ്യതകൾ നിറവേറ്റണമെന്ന മുഫസ്സിരിങ്ങൾ പറയുന്നത് സുന്നത്തായ സദഖകൾ. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ സമ്പത്തിൽ നിന്ന് വർഷത്തിൽ ഒരിക്കലെങ്കിലും അള്ളാന്റെ മുമ്പിൽ ഒരു കുർബാന നടത്തുക എന്നുള്ളത്, ഒരു അറിവ് നടത്തുക എന്നുള്ളത്, ഒരു രക്തം ചൊരിക്കുക എന്നുള്ളത്. അതിനുള്ള പ്രധാനപ്പെട്ട സമയത്തിലേക്കാണ് പരിശുദ്ധമായ ദുൽഹിജ്ജ മാസത്തിൽ നമ്മൾ കടന്നിട്ടുള്ളത്.